അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്ര സംഗ്രഹം 5-ാം ഭാഗം. മക്ക കാലഘട്ട പ്രബോധന ഘട്ടങ്ങളും വിഭാഗങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തെ തികച്ചും വ്യതിരിക്തവും സവിശേഷവുമായ 2 ഘട്ടങ്ങളായി വിഭജിക്കാവുന്നതാണ്. 1. മക്ക കാലഘട്ടം, ഏകദേശം 13 വർഷം. 2. മദീന കാലഘട്ടം, പൂർണ്ണമായ 10 വർഷം. ഈ 2 കാലഘട്ടങ്ങളിൽ ഓരോന്നിനും അതിനെ വ്യതിരിക്തമാക്കുന്ന ചില പ്രത്യേകതകളുണ്ട്. സൂക്ഷ്മ പഠനം ഇക്കാര്യം വ്യക്തമാക്കും. മക്ക കാലഘട്ടം 3ആയി വിഭജിക്കാം. 1. രഹസ്യ പ്രബോധന കാലം, 3 വർഷം. 2. മക്കക്കാർക്കിടയിൽ പരസ്യ പ്രബോധനം, 4-ാം വർഷം മുതൽ 10-ാം വർഷത്തിൻ്റെ അന്ത്യം വരെ. 3. മക്കക്ക് പുറത്തുള്ള പ്രബോധനം, 10-ാം വർഷത്തിൻ്റെ അവസാനം മുതൽ തുടങ്ങുകയും തുടർന്ന് ജീവിതാന്ത്യം വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. മദീന കാലഘട്ടത്തെക്കുറിച്ചുള്ള വിശദീകരണം പിന്നീട് വരുന്നതാണ്. ടോപ്പിക്: പ്രവാചകത്വത്തിൻ്റെ തണലിൽ. ഹിറ ഗുഹയിൽ 40നോടടുത്തപ്പോൾ തൻ്റെ മനസ്സിൽ അങ്കുരിച്ച ചിന്തകൾ തൻ്റെയും സമൂഹത്തിൻ്റെയും ഇടയിലുള്ള ബുദ്ധിപരമായ അകലം വർദ്ധിപ്പിച്ചു കഴിഞ്ഞിരുന്നു. തുടർന്ന് ഏകാന്തവാസം പ്രിയങ്കരമായി തോന്നി. മാവും പാനജലവും എടുത്ത് മക്കയിൽ നിന്ന് 2 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന നൂർ മലയിലെ ഹിറ ഗുഹയിലേക്ക് പോകും. റമദാനിൽ ആരാധനയിൽ മുഴുകിയും പ്രപഞ്ച ദൃഷ്ടാന്തങ്ങളിലും അതിൻ്റെ പിന്നിലെ ആശ്ചര്യകരമായ കഴിവുകളിൽ ചിന്തിച്ചുകൊണ്ടും സമയം ചെലവഴിക്കും. മനസ്സുകളിൽ തൻ്റെ സമൂഹത്തിൻ്റെ അർത്ഥമില്ലാത്ത ഭാവനകളെക്കുറിച്ചും ബഹുദൈവാരാധനകളെക്കുറിച്ചും ചിന്തിച്ച് അസ്വസ്ഥനാകും. പക്ഷേ മുന്നിലൊരു വ്യക്തമായ വഴിയുമില്ല, നിർണിതമായ രൂപവുമില്ല, മനസ്സിന് സമാധാനം വരുത്താവുന്ന ഒരു ഉദ്ദിഷ്ട സ്ഥാനവുമില്ല. ഈ ഏകാന്തതയുടെ പിന്നിൽ അള്ളാഹുവിൻ്റേതായ ഒരു നിയന്ത്രണവും സജ്ജീകരണവുമുണ്ട്. മഹത്തായ ഒരു ദൗത്യത്തിൻ്റെ വാഹകനാകാനും ഭൂമുഖം പരിവർത്തിപ്പിക്കാനും ചരിത്രം തിരുത്തി കുറിക്കാനും വേണ്ടി അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇவ்விധം ഒരുക്കിയെടുക്കുകയായിരുന്നു. പ്രവാചകത്വത്തിൻ്റെ 3 വർഷം മുമ്പേ ഈ ഏകാന്തത തുടങ്ങിയതാണ്. സ്വതന്ത്രമായ ആത്മാവുമായി വിരക്തിയുടെ 1 മാസക്കാലം പ്രപഞ്ചത്തിൻ്റെ അണിയറ രഹസ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പരിചിന്തനം നടത്തും. അദ്ദേഹത്തിൻ്റെ അനുമതിയുണ്ടായപ്പോൾ ആ അഭൗതികതയുമായി ബന്ധപ്പെടാൻ അദ്ദേഹത്തിന് അവസരമൊരുക്കുകയും ചെയ്തു. ടോപ്പിക്: ജിബ്രീൽ വഹിയുമായി. 40 വയസ്സ് പൂർത്തിയായപ്പോൾ, ഇത് പക്വതയുടെ പ്രായമാണ്, പ്രവാചകത്വത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അതത്രേ പുലരുന്ന സ്വപ്നങ്ങൾ. അവിടുന്ന് കാണുന്ന സ്വപ്നങ്ങൾ പ്രഭാതം പോലെ പൂർണ്ണമായി പുലരാൻ തുടങ്ങി. ഇങ്ങനെ 6 മാസം പിന്നിട്ടു. പ്രവാചകത്വകാലം 23 വർഷമാണ്. ഈ സ്വപ്നം പ്രവാചകത്വത്തിൻ്റെ 46-ൽ ഒരംശമായി പരിഗണിക്കപ്പെടുന്നു. തൻ്റെ ഏകാന്തവാസത്തിൻ്റെ 3-ാം വർഷം റമദാനിൽ ഹിറ ഗുഹയിൽ വെച്ച് ഭൂമി ലോകത്തിന് ഒന്നടങ്കം അനുഗ്രഹമായി നുബുവത്തുമായി അള്ളാഹു ജിബ്രീലിനെ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് നിയോഗിച്ചു. ജിബ്രീൽ ഏതാനും ഖുർആൻ വാക്യങ്ങൾ അദ്ദേഹത്തിന് ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. തെളിവുകളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇത് റമദാൻ 21 തിങ്കളാഴ്ച രാത്രിയാണെന്ന് നിർണയിക്കാവുന്നതാണ്, അഥവാ ക്രിസ്താബ്ദം 610 ആഗസ്റ്റ് 10. അന്ന് അവിടുത്തെ പ്രായം കൃത്യമായി ചന്ദ്രവർഷമനുസരിച്ച് 40 വർഷവും 6 മാസവും 12 ദിവസവുമാണ്. സൗരവർഷമനുസരിച്ച് 39 വർഷവും 3 മാസവും 20 ദിവസവും. അവിശ്വാസത്തിൻ്റെ അന്ധകാരങ്ങളിൽ നിന്ന് ദൈവിക പ്രഭയിൽ മാനവതയെ അതിൻ്റെ ശരിയായ പാതയിലേക്ക് നയിച്ച പ്രഥമ ദിവ്യ വെളിപാടിൻ്റെ ചിത്രം ആയിഷ റളിയല്ലാഹു അൻഹ അവതരിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വെളിപാട് ആരംഭിക്കുന്നത് ഉറക്കത്തിൽ സ്വപ്ന ദർശനമുണ്ടായിക്കൊണ്ടാണ്. അവിടുന്ന് കാണുന്ന സ്വപ്നങ്ങൾ പ്രഭാതം കണക്കെ പുലർന്നിരുന്നു. പിന്നീട് അവിടത്തേക്ക് ഏകാന്തവാസം ഇഷ്ടമായി തോന്നി. ഹിറ ഗുഹയിൽ ദിവസങ്ങളോളം രാത്രിയിൽ ആരാധനയിൽ മുഴുകും. പിന്നീട് ഭാര്യ ഖദീജയുടെ അരികെ വന്ന് ഭക്ഷണങ്ങൾ ഒരുക്കി വീണ്ടും പോകും. അങ്ങനെയിരിക്കെ വഹിയുമായി ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ടു. ജിബ്രീൽ പറഞ്ഞു, വായിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ വായന അറിയുന്നവനല്ല,
അപ്പോൾ ജിബ്രീൽ ശക്തിയായി തന്നോട് ചേർത്ത് പിടിച്ചുവിട്ടു. എന്നിട്ട് പറഞ്ഞു, വായിക്കുക. അപ്പോഴവിടുന്ന് പറഞ്ഞു, ഞാൻ വായന അറിയുന്നവനല്ല. അങ്ങനെ 3 തവണ ചേർത്തണച്ചുവിട്ടു. എന്നിട്ട് പറഞ്ഞു, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക. നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയന്നു വിറച്ചുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് മടങ്ങി. എനിക്ക് പുതച്ചു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് പുതച്ചു കൊടുത്തപ്പോൾ ഭയമകന്നു. അവിടുന്ന് സംഭവം ഖദീജയോട് പറഞ്ഞു. എനിക്ക് ജീവനെക്കുറിച്ച് ഭയം തോന്നി. ഖദീജ പറഞ്ഞു, ഇല്ല, അള്ളാഹു താങ്കളെ ഒരിക്കലും നിന്ദിക്കുകയില്ല. കാരണം താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നു, ഭാരം ചുമക്കുന്നു, അശരണരെ സഹായിക്കുന്നു, അതിഥികളെ സൽക്കരിക്കുന്നു, വിപത്തുകളിൽ സഹായിക്കുന്നു. ഖദീജ നബിയെയും കൊണ്ട് തൻ്റെ പിതൃസഹോദരനായ വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുക്കലേക്ക് ചെന്നു. ഇദ്ദേഹം ജാഹിലിയത്തിൽ ക്രൈസ്തവത ആശ്ലേഷിച്ച ഒരു പണ്ഡിതനായിരുന്നു, അന്ധനുമായിരുന്നു. ഹിബ്രു ഭാഷയിൽ ഗ്രന്ഥങ്ങൾ എഴുതുകയും സുവിശേഷം ഹീബ്രുവിലേക്ക് പകർത്തുകയും ചെയ്തിരുന്നു. ഖദീജ അദ്ദേഹത്തോട് പറഞ്ഞു, പിതൃവ്യപുത്ര, താങ്കളുടെ സഹോദരപുത്രന് താങ്കളോട് എന്തോ പറയാനുണ്ട്, അതൊന്ന് കേൾക്കണം. വറഖത്ത്, എന്താണ് കാര്യം? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടതെല്ലാം വിവരിച്ചു. അപ്പോൾ വറഖത്ത് പറഞ്ഞു, ഇത് മൂസായുടെ അടുക്കൽ അള്ളാഹു നിയോഗിച്ച അതേ ജിബ്രീൽ എന്ന മലക്കാണ്. താങ്കളുടെ ജനങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് ആരോഗ്യവാനായി ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. ഇത് കേട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എൻ്റെ സമൂഹം എന്നെ പുറത്താക്കുകയോ? വറഖത്ത് പറഞ്ഞു, അതെ, താങ്കൾ പ്രബോധനം ചെയ്യുന്നത് പോലുള്ളത് പ്രബോധനം ചെയ്ത ആരെയും ജനങ്ങൾ ശത്രുവായി കാണാതിരുന്നില്ല. അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ ശക്തമായി താങ്കളെ പിന്തുണയ്ക്കുക തന്നെ ചെയ്യും. പിന്നീട് വറഖത്ത് അധികനാൾ ജീവിച്ചിരുന്നില്ല, വഹി നിലക്കുകയും ചെയ്തു. അടുത്ത ടോപ്പിക്, വഹി നിലച്ച ഇടവേള. എത്ര കാലമാണ് വഹി നിലച്ചതെന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇബ്നു അബ്ബാസിൽ നിന്ന് ഇബ്നു സഅദ് രേഖപ്പെടുത്തുന്ന നിവേദനമനുസരിച്ച് അത് ഏതാനും നാളുകൾ മാത്രമായിരുന്നുവെന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ ഇത് 3 വർഷമായിരുന്നുവെന്നും 2.5 വർഷമായിരുന്നുവെന്നുള്ള അഭിപ്രായങ്ങൾ ഒട്ടും ശരിയല്ല തന്നെ. പണ്ഡിതാഭിപ്രായങ്ങൾ അപഗ്രഥിച്ച ശേഷം എനിക്ക് വ്യക്തമായ ഒരു കാര്യം, പ്രവാചകൻ ഹിറാ ഗുഹയിൽ 3 വർഷം തുടർച്ചയായി ഓരോ റമദാനിലും കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇതിൽ അവസാന വർഷമാണ് വഹി വന്നത്. റമദാനിനു ശേഷം ശവ്വാൽ 1-നാണ് അവിടുന്ന് ഗുഹയിൽ നിന്ന് പുറത്തു വരുന്നത്. ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും നിവേദനങ്ങളിൽ ഖണ്ഡിതമായി പരാമർശിക്കുന്നത് വെളിപാട് നിലച്ച ശേഷം അത് ആവർത്തിക്കുന്നത് ഗുഹാവാസം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സന്ദർഭത്തിലാണ് എന്നതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ വെളിപാട് ആരംഭിക്കുന്നത് റമദാൻ 21 തിങ്കളാഴ്ച രാവിനാണെങ്കിൽ വഹി നിലച്ച ഇടവേള കേവലം 10 ദിവസം മാത്രമായിരിക്കും. കാരണം ഇതിനുശേഷം വഹി അവതരിപ്പിക്കുന്നത് പ്രവാചകത്വത്തിൻ്റെ ആദ്യ വർഷം ശവ്വാൽ 1 വ്യാഴാഴ്ച കാലത്താണ്. ഒരു പക്ഷേ റമദാൻ അവസാനത്തെ 10-ലെ ഇഅ്തികാഫിൻ്റെയും ശവ്വാൽ 1-ലെ പെരുന്നാൾ ആഘോഷത്തിൻ്റെയും രഹസ്യം ഈ സംഭവമായിരിക്കും. അള്ളാഹുവിനാണ് കൂടുതൽ അറിയുന്നത്. ഈ ഇടവേള കഠിന ദുഃഖിതനായാണ് പ്രവാചകൻ കഴിച്ചുകൂട്ടിയത്. അത്ഭുതവും പരിഭ്രാന്തിയും അദ്ദേഹത്തെ പിടികൂടി. ബുഖാരി രേഖപ്പെടുത്തുന്നു, വെളിപാട് നിലച്ച വേളയിൽ ദുഃഖാധിക്യത്താൽ പലതവണ ആത്മഹത്യ ചെയ്താലോ എന്ന് തോന്നി പർവ്വത ശിഖരത്തിലേക്ക് കുതിക്കുകയുണ്ടായി. ഉച്ചയിലെത്തുമ്പോൾ ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയും, മുഹമ്മദ്, നിശ്ചയമായും താങ്കൾ ദൈവദൂതനാണ്. അത് കേട്ട് സമാധാന ചിത്തനായി വീട്ടിലേക്ക് മടങ്ങും. വീണ്ടും ഇടവേള നീണ്ടുപോകുമ്പോൾ ഇതേപോലെ തന്നെ ആവർത്തിക്കും.